തുർക്കി ലോകത്തിന്റെ നായകൻ ഇബാദു ഹുസൈൻ നോവ് 1970 ഒക്ടോബർ 18 അസർബൈജാനിലെ കരാബാഖ് പ്രദേശത്താണ് ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ സോവിയറ്റ് ആർമിയിലേക്ക് വിളിച്ചു. അക്കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ദുർബലത മുതലെടുത്ത അർമീനിയൻ വിഘടനവാദികൾ അസർബൈജാനിന്റെ അവിഭാജ്യ സഹകരണമായ നാഗോർണോ കറാബാഗ് പിടിച്ചെടുക്കാൻ പൂർണ്ണമായും അണിനിരന്നു. നാഗോർണോ കറാബാഗിന്റെ ആദ്യത്തെ സൈനിക ഏറ്റുമുട്ടലിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ റഷ്യൻ അമൂർ മേഖലയിൽ സോവിയറ്റ് ആർമിനിയിൽ മാതൃകാപരമായ സേവനത്തിന് ഇബാദു ഹുസൈൻ നോവ് സർജന്റ് മേജർ പദവിയിലേക്ക് ഉയർന്നു. 1990 ജനുവരി 20 സോവിയറ്റ് സൈന്യം തങ്ങളുടെ ജന്മപ്രദേശം സംരക്ഷിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. നിരായുധരായ ആളുകൾക്കെതിരെ ബാക്കുവിൽ വിന്യസിക്കപ്പെടുകയുമെന്നും തന്റെ പലരും കൊല്ലപ്പെടുന്നതും ഇദ്ദേഹത്തിന് മനസ്സിലാക്കി. ഈ രക്തരൂഷിതമായ സംഭവത്തിനെതിരെ പ്രതിഷേധ സൂചകമായി ഇബാദു ഹുസൈൻ നോവ് അസർബൈജാനി പട്ടാളക്കാർക്ക് ചുറ്റും കൂടുകയും അവർ മാതൃരാജ്യത്തേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്യുന്നു. സൈനിക കമാൻഡ് ഇബാദു ഹുസൈൻ നോവിനെ സൈന്യത്തിൽ നിന്ന് നേരത്തെ തന്നെ ഇറക്കിവിട്ടതാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്. അക്കാലത്ത് അതൊരു സാധാരണ സംഭവമായിരുന്നു. സംഘടിത അർമീനിയൻ മാഫിയയുടെയും റിപ്പബ്ലിക് ഓഫ് അർമീനിയയുടെയും പിന്തുണയോടെ അസർബൈജാനിലെ ചരിത്രപ്രധാനമായ പ്രദേശമായ നാഗോർണോ കറാബാക്ക് കീറിക്കളയാനുള്ള അർമീനിയൻ വിഘടനവാദികളുടെ ശ്രമവും അക്കാലത്ത് സോവിയറ്റ് യൂണിയനെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ ഉന്നതരുടെയും കീഴ്ക്കേടും അടിത്തറയുമിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ തകർച്ച ആക്രമണം നേരിട്ട അസർബൈജാനി ജനത ഈ അന്യായ പോരാട്ടത്തിന് നിഷ്ക്രിയ പ്രതിരോധത്തിൽ നിന്നും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെയും യഥാർത്ഥ രാജതത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ അർമേനിയൻ പക്ഷം അതിന്റെ നുഴഞ്ഞുകയറ്റ പദ്ധതിയിൽ നടപ്പിലാക്കാൻ പൂർണ്ണമായും അണിനിരന്നു. പക്ഷേ യുദ്ധത്തിന് തയ്യാറാകാതെ അസർബൈജാനിലെ ജനങ്ങൾ വിധിയുടെ കാരുണ്യത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തു. 1990 അസർബൈജാനിലേക്ക് മടങ്ങിയ ശേഷം ഇബാദു ഹുസൈൻ നോവ് തന്റെ ജന്മദേശമായ ഗോജാവാദ് മേഖലയിൽ സ്വയം പ്രതികരിക്കുകയും സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പ്രാദേശിക സംഘത്തെ സൃഷ്ടിച്ചു. അദ്ദേഹം തന്റെ സൈനികർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്പോർട്സിനുള്ള അദ്ദേഹത്തിന്റെ അനന്തമായ അഭിനിവേശം, സൈബീരിയൻ കാലാവസ്ഥ, റഡോകളിൽ തോക്കുകളുടെ വിധമായ ഉപയോഗം, സോവിയറ്റ് ആർമിനിയിലെ സൈനിക വൈദ്യം എന്നിവ അദ്ദേഹത്തിന് ഭാവി യുദ്ധങ്ങളിൽ വിലമതിക്കാനാവാത്ത പങ്ക് വഹിച്ചു. അർമീനിയൻ അധിനിവേശ പദ്ധതി പരാജയത്തിൽ ഇബാദു ഹുസൈൻ നോവ് സാധാരണമായ സൈനിക സേവനങ്ങൾ ഉണ്ടായിരുന്നു. കോർ നദിയുടെ വിശാലമായ പ്രദേശം പിടിച്ചെടുക്കാനുള്ള അർമീനിയൻ മുൻ നാഗോർണോ കറാബാഖ് സ്വയംഭരണ പ്രദേശത്തിന്റെ ഒരു ചെറിയ പ്രദേശത്തിന്റെ പ്രതിരോധം കറാബാഖ് തമ്മിലുള്ള പ്രക്രിയ യുദ്ധം അസർബൈജാനും അർമീനിയയും ഇബാദു ഹുസൈൻ നോവ് സൃഷ്ടിച്ച സ്വയം പ്രതിരോധ സംഘം ക്രമേണ ഒരു രഹസ്യാന്വേഷണ സംഘമായി മാറുന്നു. ഈ സംഘം പതിവായി അർമീനിയൻ സായുധ സേനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വഴിതിരിച്ചുവിടൽ പ്രവർത്തനങ്ങൾ നടത്തി ശത്രുവിന്റെ സൈനിക വെടിക്കോപ്പുകളും ആയുധങ്ങളും ഒരു ട്രോഫിയുമായി പിടിച്ചെടുത്തു. യുദ്ധ വാഹനങ്ങളും സൈനിക താവളങ്ങളും പൊട്ടിത്തെറിച്ചു. രഹസ്യ പോരാട്ട സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അർമീനിയൻ സിവിലിയൻ ജനതയ്ക്കെതിരെ ഇബാദു ഹുസൈൻ നോവ് ഒരിക്കലും ആയുധം ഉപയോഗിച്ചില്ല. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയ സൈനികർ ഇത് ചെയ്തു. ഒരു മഹത്തായ യോദ്ധാവെന്ന നിലയിൽ ഇബാദു ഹുസൈൻ നോവ് 1990-1994 യുദ്ധത്തിൽ ഒരു പ്രതിഭാസം നടത്തി. അവിശ്വസനീയമായ സൈനിക വിജയങ്ങളിൽ ഒപ്പുവെച്ചു. അസർബൈജാൻ ചരിത്രത്തിൽ തന്റെ പേര് എഴുതി. ലോകം ഇബാദു ഹുസൈൻ നോവിന്റെ സൈനിക നേട്ടങ്ങൾ പല രാജ്യങ്ങളിലും പ്രത്യേക സേവനങ്ങൾ അന്വേഷിക്കുകയും നിരവധി വസ്തുക്കളാൽ തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരിക്കലും ചർച്ചാ വിഷയമാക്കിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിലൊന്ന് 1993 ജൂൺ 12 രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന അർമേനിയൻ ഭീകര മോഡ മെൽഗോണിനെ വ്യക്തിപരമായി ഉന്മൂലനം ചെയ്തു.
ആവോ എന്ന വിളിപ്പേരുള്ള തൻ്റെ അനന്തരഫലമായി ശത്രുവിൻ്റെ വലിയ തോതിലുള്ള ആക്രമണത്തിന് പദ്ധതി തകർത്തു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം അക്തം ഗോജോബാദിന്റെ ദിശയിൽ അർമീനിയൻ സൈനിക യൂണിറ്റുകളെ നയിക്കാൻ ആവോ എന്ന അർമീനിയൻ കമാൻഡറെ നിയോഗിച്ചു. യഥാർത്ഥത്തിൽ അസല എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകനും നേതാവുമാണ് മോണ്ടോ മെൽക്കോനിയൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പൗരനാണെങ്കിലും മെൽക്കോണിയൻ തികച്ചും വിദ്യാസമ്പന്നനായിരുന്ന അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ തുർക്കികൾക്കെതിരെ തീവ്രവാദിയായി നീക്കിവെച്ചു. ലോകത്തിലെ 1-ാം നമ്പർ തീവ്രവാദിയായി കണക്കാക്കപ്പെടുന്നു. റാമിയോ റോസ് ഷക്കീലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി മെൽക്കോനിയൻ അതിനിധികം സ്പെഷ്യലിസ്റ്റഡ് സ്ഫോടന വിദഗ്ധനാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ കാരണത്താൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ തുർക്കിക്കെതിരായ ഭീകരാക്രമണങ്ങളിൽ നൂറുകണക്കിന് നിരവധികൾ കൊല്ലപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ തെരുവ് യുദ്ധങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. പ്രദേശത്ത് രൂപീകരിച്ച വിവിധ ഭീകര സംഘടനകൾക്കുള്ളിൽ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം പാവപ്പെട്ട പലസ്തീൻ ജനതയുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം സൂചിപ്പിക്കുന്നില്ല. യുദ്ധപരിചയം നേടാനുള്ള ആഗ്രഹമായിരുന്നു അത്. യൂറോപ്പിൽ രക്തരൂഷിതമായ നിരവധി ഭീകരാക്രമണങ്ങളുടെ സംഘടനമായിരുന്നു മെൽക്കോണിയൻ. അവസാനമായി 1986 ഫ്രഞ്ച് ഓർലി വിമാനത്താവളത്തിൽ നിരവധി മരണങ്ങൾക്ക് കാരണമായ ഒരു തീവ്രവാദ പ്രവർത്തകനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്താരാഷ്ട്ര തലത്തിൽ വളരെ കാലമായി തിരയുകയും ചെയ്ത ഒരു തീവ്രവാദിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുന്നു. അത്തരം കുറ്റകൃത്യങ്ങളുടെ സംഘടനയുള്ള മുൻനിര സേനയ്ക്ക് 6 വർഷത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിച്ചുള്ളൂ എന്നതു രസകരമായിരുന്നു. നേരത്തെ ജയിലിൽ നിന്ന് മോചിതയായതും യെരവനിലേക്കും നഗോറോണോ കരാബാലിലേക്കും ഉടൻ അയച്ചതും അന്വേഷണത്തിന് വിധേയമാണ്. കരാബാക്ക് യുദ്ധത്തിന്റെ ഏറ്റവും രക്തരൂഷിതമായ പേജുകളിലൊന്നായ ഗോജോലി വംശജതയുടെ സംഘടകരും നേതാക്കളിൽ ഒരാളുമാണ് മെൽക്കോണിയൻ. അസർബൈജാനികളുടെ രക്തത്തോട് പ്രതികാരം ചെയ്യുമെന്ന് ഇബാദ് ഹുസൈനോവ് വാഗ്ദാനം ചെയ്യും. അർമീനിയൻ കമാൻഡർ ആവോയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഒടുവിൽ സ്വന്തം പ്രത്യേക പ്രവർത്തനത്തിന്റെ ഫലമായി അവനെ നശിപ്പിക്കുകയും ചെയ്യും. അർമീനിയൻ ആയുധ സേന ആസൂത്രണം ചെയ്യുന്ന അസർബൈജാനി ഭാഗത്തു നിന്ന് പുതിയ ഭൂമി നഷ്ടപ്പെടുന്നത് തടയുകയും ചെയ്തു. ശത്രുക്കളുടെ പദ്ധതി പരാജയപ്പെട്ടു. ഇബാദ് ഹുസൈനോവിന്റെ അസാധാരണമായ സൈനിക നേട്ടങ്ങളിലൊന്ന് നമ്മുടെ സൈന്യത്തിന്റെ സൈനിക സ്ഥാപനങ്ങളുടെ പുരോഗതിക്കായി അദ്ദേഹം വ്യക്തിപരമായ ധീരതയുടെ ഒരു മാതൃക കാണിച്ചു എന്നതാണ് 2-ാം കരാബാക്ക് യുദ്ധത്തിന്റെ ആരംഭം. നമ്മുടെ സൈന്യത്തിന്റെ സൈനിക യൂണിറ്റുകൾ ശത്രുസ്ഥാനങ്ങളിൽ അഭിമുഖീകരിക്കുന്നു. ആ പ്രദേശത്ത് ഒരു കോൺടാക്ട് ലൈൻ സ്ഥാപിച്ച് യാദൃച്ഛികമല്ല ആദ്യമായി ആശയത്തോട് യോജിക്കാതെ സൈനിക കമാൻഡ് പിന്നീട് ഇബാദ് ഹുസൈനോവ് ഇത്രത്തോളം ശരിയായ നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ടു. അസർബൈജാനി പട്ടാളക്കാർ കാവൽ നിന്നു. 1993 ഡിസംബർ 26 പുതിയ സ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ ഇബാദ് ഹുസൈനോവ് ഒരു ടാങ്ക് വിരുദ്ധ ഖനിയിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. ഏതാണ്ട് മാരകമായി പരിക്കേറ്റു. 28 ദിവസം കോമയിൽ കിടന്നു. മോസ്കോയിൽ നിന്നും ഡോക്ടറുടെ ബ്രിഗേഡ് ഇബാദ് പ്രവർത്തിപ്പിക്കുന്നു. ഒരു അദ്വിതീയമായ ഓപ്പറേഷൻ വിജയിച്ചെങ്കിലും പൂർണ്ണമായി വീണ്ടെടുക്കലിന് യാതൊരു ഉറപ്പുമില്ല. ആസ്പത്രി വിട്ട് താമസിക്കാതെ അദ്ദേഹം മുൻനിരയിലേക്ക് മടങ്ങുന്നു. സുഖം പ്രാപിക്കാൻ വളരെ കാലമായി പാടുപെട്ടു. ഫിസിഷ്യന്മാരുടെ മോശം രോഗനിർണയം ഉണ്ടായിരുന്നിട്ടും സ്പോർട്സിന് നന്ദി പറഞ്ഞ് അദ്ദേഹം സ്വന്തം ചെലവ് അത് ചെയ്തു. 1994 ഒക്ടോബർ 9 റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ പ്രസിഡന്റ് ഹൈദർ അലിയേവ് അദ്ദേഹത്തിന്റെ അസർബൈജാനി ബാനർ എന്ന ഓർഡർ നൽകി. ഇബാദ് ഹുസൈനോവ് റിപ്പബ്ലിക് ഓഫ് തുർക്കി പ്രസിഡന്റ് റജബ്
തോയിബ് എർദോഗാൻ നിരവധി തുർക്കി ഉദ്യോഗസ്ഥരുമായി പ്രവർത്തിച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രത്യേക ക്ഷണത്താൽ തുർക്കി നഗരങ്ങളിലേക്ക് ആവർത്തി ക്ഷണിക്കപ്പെടുകയും വലിയ താൽപര്യത്തോടെ കണ്ടുമുട്ടുകയും ചെയ്ത ഉസൈനോവ് എഴുതിയ തുർക്കി ലോകത്തിന്റെയും നായകനായി കണക്കപ്പെട്ടിരുന്നു. 2015 ഏപ്രിൽ 28 തുർക്കി തലസ്ഥാനമായ അങ്കറയിലെ ഒരു തെരുവിൽ ഇബാദ് ഉസൈനോവിന്റെ ബഹുമാനാർത്ഥം പേര് നൽകി പല തുർക്കി നഗരങ്ങളിലും അങ്കറ, എസ്ക്വിഷൻ, കഹ്മാൻമരസ്, ഗാസിയടേപ്പ്, കിർഷേഹർ, അദാന തെരുവുകൾക്കും പാർക്കുകൾക്കും മുസ്ലിങ്ങൾക്കും നായകന്റെ പേര് നൽകിയിരുന്നു. 2022 ഒക്ടോബർ 18 അസർബൈജാൻ റിപ്പബ്ലിക് സ്വാതന്ത്ര്യ ദിനത്തിന് ഇബാദ് ഉസൈനോവിന്റെ ജന്മദിനത്തിലും ഇബാദ് ഉസൈനോവിന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്ത പാർക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങ് അദാനയിൽ നടന്നു. അന്ന് പാർക്കിന്റെ നടുവിൽ വീരനായകന്റെ പ്രതിമ സ്ഥാപിച്ചു. അസർബൈജാനിലെ പല നഗരങ്ങളിലും ഇബാദ് ഉസൈനോവിന്റെ പേരിൽ തെരുവുകളുണ്ട്. ഓർഡർ ഓഫ് ഓണർ, കറേജ് എന്നിവയും തുർക്കിയുടെ മറ്റ് മെഡലുകളും അദ്ദേഹത്തിന് ലഭിച്ചു. 2 ഫീച്ചർ ഫിലിമുകൾ, 6 ഡോക്യുമെന്ററികൾ, മഹത്തായ അയോധ റൂട്ടിനെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ, നോവലുകൾ, ആഖ്യാനങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഇബാദ് ഉസൈനോവിനായി സമർപ്പിച്ചിരിക്കുന്ന എണ്ണമറ്റ ലേഖനങ്ങൾ എഴുതുകയും ഗാനങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020 ഒക്ടോബർ 18 സംസ്ഥാന സുരക്ഷയുടെയും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും 100-ാം വർഷത്തെ വാർഷികം എന്ന മെഡൽ ഇദ്ദേഹത്തിന് ലഭിച്ചു. ഡിസംബർ 10, 2020 അസർബൈജാൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് അദ്ദേഹത്തിന് സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന പദവി നൽകി, അസർബൈജാൻ ദേശീയ ഹീറോ. 2021 ഒക്ടോബർ 10 അസർബൈജാൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പങ്കെടുത്ത അർമീനിയൻ അധിനിവേശക്കാരിൽ നിന്ന് പദുറോദിന്റെ വാർഷികത്തോട് അനുബന്ധിച്ചുള്ള സംസ്ഥാന ചടങ്ങിലേക്ക് ഇബാദ് ഉസൈനോവിനെ ക്ഷണിച്ചു. പ്രസിഡന്റുമായി ഒരുമിച്ച് എടുത്ത യഥാർത്ഥമായ സംഭാഷണവും ഫോട്ടോകളും അസർബൈജാൻ പൊതുജനങ്ങളുടെ ഓർമ്മയിൽ വളരെ കാലം നിലനിൽക്കും. 2022 ഫെബ്രുവരി 2 അദ്ദേഹത്തിന് പ്രതിരോധ വ്യവസായമായ മന്ത്രാലയത്തിന്റെ 15 വർഷത്തെ വാർഷികം എന്ന മെഡൽ ലഭിച്ചു. 2024 മെയ് 10 ഇബാദ് ഉസൈനോവ് ഹെർദർ അലിയേവിന്റെ 100-ാം വർഷത്തെ വാർഷികം എന്ന മെഡലിന് അർഹനായി. ഇബാദ് ഉസൈനോവ് വിദേശ മാധ്യമങ്ങളുടെയും വിശകലന വിദഗ്ധരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല. റഷ്യൻ ചരിത്രകാരനായ ഇബാദ് ഉസൈനോവ് വിദേശ മാധ്യമ പ്രവർത്തകരുടെയും വിശകലന വിദഗ്ധരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല. റഷ്യൻ ചരിത്രകാരനായ പ്രൊഫസർ ഒലെഗ് കുസ്നെറ്റ്നോവ് അന്തർദേശീയ അർമേനിയൻ ഭീകരതയെക്കുറിച്ച് ഒരു അടിസ്ഥാന പുസ്തകം എഴുതിയത് കരാബാക്ക് യുദ്ധത്തിലെ നായകനായ ഇബാദ് ഉസൈനോവിന് തീവ്രവാദിക്കെതിരായ പോരാട്ടത്തിൽ പ്രത്യേക പങ്കുണ്ടെന്ന് സമ്മതിച്ചു. അക്കാലത്ത് രക്തരൂഷിതമായ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന ലിത്വാനിയൻ സൈനിക പത്രപ്രവർത്തകനായ റിച്ചാർഡ് ലെബൈറ്റിൻസ് തന്റെ കുറിപ്പുകൾ എഴുതി. അസർബൈജാൻ സൈന്യത്തിൽ ഒരേയൊരു യുദ്ധം ഞാൻ കണ്ടു. അസർബൈജാനിൽ അർമേനിയയിലെ പ്രസിദ്ധമായ യൂണിറ്റ് അത് നയിച്ച 12 പ്രത്യേക പരിശീലനം ലഭിച്ച യുദ്ധങ്ങളുടെ ഒരു ചെറിയ സ്ക്വാഡായിരുന്നു. ഇബാദ് ഉസൈനോവ് എഴുതിയത്. ഉസ്ബെക്ക് ഗവേഷണവും പത്രപ്രവർത്തനവുമായ സുഗ്രത് ബാർലാസ് നായകനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഫിലിം പ്രദർശിപ്പിക്കുകയും ഇൻ ഹീറോസ് ട്രേസ് ഫ്രം ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിൽ ബാക്കുവിൽ ഒരു അവതരണം നടത്തുകയും ചെയ്തു. പ്രശസ്ത റഷ്യൻ അന്വേഷണ പത്രപ്രവർത്തകൻ യെവ്ജനി മിഖാലോവ് നായകനെ കുറിച്ചുള്ള സിനിമ നിർമ്മിക്കുകയും സോവിയറ്റ് സൈന്യത്തിന്റെ ഒരു പ്രത്യേക സൈനികൻ തുർക്കി ലോകത്തിന്റെ നായകനായി എന്ന തന്റെ പുസ്തകം ഇബാദ് ഉസൈനോവ് സമർപ്പിക്കുകയും ചെയ്തു. ഒരു പൊതു വ്യക്തി എന്ന നിലയിൽ ഇബാദ് ഉസൈനോവ് നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു. തുർക്കി,
ഉസ്ബെക്കിസ്ഥാൻ, ഇസ്രായേൽ, ഉക്രൈൻ, റഷ്യ. 2018 റഷ്യ സന്ദർശന വേളയിൽ റഷ്യൻ സൈറ്റ് ഡുമോയിൽ കറാബാക്കിനെ കുറിച്ചുള്ള ധൈര്യത്തോടെ റഷ്യ സ്റ്റേറ്റ് ഡുമയിൽ കറാബാക്കിനെ കുറിച്ചുള്ള ധൈര്യത്തോടെ സംസാരിക്കുകയും ഓർമ്മകളിൽ ആഴത്തിലുള്ള അടയാളം ഇടുകയും ചെയ്തു. ഇബാദ് ഹുസൈനോവ് അടക്കം റഷ്യൻ ടർക്കിഷ് ബന്ധത്തെ ആഴത്തിലാക്കുന്നതിന് ഒരു പാലമായി ഉപയോഗിക്കേണ്ടതിൻ്റെ